കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദിവസത്തിൽ ഒരു മരം പദ്ധതി പൂർത്തിയാക്കി കടമ്പഴിപ്പുറം സ്വദേശി സനൽ കളരിക്കൽ. 2024 വിട പറയുമ്പോൾ ഈ ഒരു വർഷം 365 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് സനൽ പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് വേറിട്ട മാതൃക തീർത്തത്. 2024 ജനുവരി 30-ന് 30 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് തുടക്കം കുറിച്ച ദിവസത്തിൽ ഒരു മരം പദ്ധതി 365 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് സനൽ പൂർത്തീകരിച്ചത്. പദ്ധതി പരിസമാപ്തിയുടെ ഭാഗമായി താൻ താമസിക്കുന്ന വായില്യാംകുന്ന് വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മസേനാംഗങ്ങൾക്കും ഓരോ വൃക്ഷത്തൈകൾ നൽകിയാണ് സനൽ പദ്ധതി പൂർത്തീകരിച്ചത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്വസിക്കുന്ന വായു തന്നെ മലിനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുക. നേരത്തെയൊക്കെ നമ്മുടെ ഇഷ്ടംമാതിരി നമ്മുടെ തൊടികളിലൊക്കെ മരങ്ങൾ ഉണ്ട്, ഇപ്പോഴും മരങ്ങളുണ്ട്. ഇപ്പോഴുള്ള മരങ്ങൾ റബ്ബറും മറ്റു സാധനങ്ങളൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന സസ്യങ്ങൾ മരങ്ങൾ അതാ. ചോദ്യമാണ്. അപ്പോൾ അത്തരം മരങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ അവിടെ പട്ടില് പറഞ്ഞറിയോ, അതായത് മുള അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മുടെ പണ്ട് നമ്മുടെ നമ്മുടെ മുമ്പത്തുകൂടെയും വീടിന് 4 പേരൊക്കെ ഉണ്ടായിരുന്ന മരങ്ങളാണ് ഏറ്റവും കൂടുതൽ. എല്ലാവരുടെയും പേരൊന്നും പറയുന്നുണ്ട്, അത് രാജേഷിനെ ചോദിക്കണം മുഴുവൻ എനിക്കും അറിയില്ല. അത്തരം സാധനങ്ങളാണ് നമ്മുടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജനെ പുറത്തുവിട്ട് നമുക്ക് ശ്വസിക്കാനുള്ള, അതായത് ജീവജാലങ്ങൾക്ക് മറ്റു ജീവജാലങ്ങൾക്ക് ശ്വസിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി വരുന്നത്. അത് നമ്മളെ നാട്ടിലെ ഒരു മരം അതായത് പട്ടില് 2024-ൽ 2024 കണിക്കൊന്ന തൈകൾ നടുന്ന പദ്ധതിയായ പൊൻകണി 2024-ന്റെ ഭാഗമായാണ് തൈനടലിന് തുടക്കം കുറിച്ചത്. സ്കൂളുകൾ, ക്ഷേത്രങ്ങൾ, സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തൊഴിലുറപ്പ്, കുടുംബശ്രീ തുടങ്ങിയ കൂട്ടായ്മയുടെയെല്ലാം സഹകരണത്തോടെയാണ് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഒരു വർഷത്തിൽ 365 വൃക്ഷത്തൈകൾ നടുക എന്ന പദ്ധതി ആയിരുന്നെങ്കിലും സംസ്കൃതിയുടെ വിവിധ പദ്ധതികളുടെ ഭാഗമായി സനലിന്റെ കൈകളിലൂടെ 600-ലധികം വൃക്ഷത്തൈകൾ നടുകയോ വിതരണം ചെയ്യപ്പെടുകയോ ചെയ്തു. ഈ ആശയം ഉൾക്കൊണ്ട് വരും വർഷങ്ങളിലും പ്രവൃത്തി തുടരാനാണ് സനൽ ഉദ്ദേശിക്കുന്നത്. സംസ്കൃതി 2025-ൽ 2025 ആര്യവേപ്പ് തൈകളാണ് നട്ടുപരിപാലിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രഖ്യാപനവും പ്രസ്തുത പരിപാടിയിൽ നടന്നു. 4 വർഷം മുമ്പ് രാജേഷ് അടയ്ക്കാപുത്തൂരുമായുള്ള സൗഹൃദത്തോടുകൂടിയാണ് പരിസ്ഥിതി പ്രവർത്തന രംഗത്തേക്ക് സനൽ കടന്നു വന്നത്. നടുന്ന തൈകളുടെ പരിപാലനവും വളർച്ചാ നിരീക്ഷണവും ഉൾപ്പെടെ ദിനചര്യയാക്കി. വരും വർഷങ്ങളിലും സംസ്കൃതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഉണ്ടാവുമെന്ന് സനൽ കളരിക്കൽ പറഞ്ഞു. പരിപാടിയിൽ വാർഡ് മെമ്പർ സവിത MP, രവിചന്ദ്രൻ, ജേക്കബ്, വാസുദേവൻ ഓടംപുളി, N സച്ചിദാനന്ദൻ, VTB കോളേജിലെ NSS ടീം അംഗങ്ങൾ, സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടയ്ക്കാപുത്തൂർ, UC വാസുദേവൻ, ജയദേവൻ കൂടത്തൊടി, ശിവപാർവൻ KS തുടങ്ങിയവർ സംസാരിച്ചു.